ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഒന്നൊന്നര ടാസ്ക് ആയിരുന്നു കേട്ടോ. തുടങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും മക്കളെ, നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ഒരു രക്ഷയില്ലാതെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തു എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഈ കാണുന്ന ചെറിയൊരു ഹൗസ് ബോട്ടിൻ്റെ രൂപം തന്നിട്ട് ഇതുപോലെ ഒരു എൻട്രൻസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു പ്രോഗ്രാമിന് നമ്മൾ കൊടുത്തതുണ്ടല്ലോ, ഒരു ഹൗസ് ബോട്ടല്ലാട്ടോ, ഒരു ടൈറ്റാനിക്കനുണ്ട് കൊടുത്തു. മക്കളെ കണ്ടു നോക്കിക്കോളി. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇവനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതല്ലേ? ഒന്നുമല്ല കേട്ടോ. എല്ലാ വർഷവും നമ്മളുടെ മോഡ്കോ പ്രോഗ്രാം നമ്മളിങ്ങനെ നടക്കാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റേറ്റിൻ്റെ നമ്മളൊരു തീം വെക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വന്നത് കേരള തീമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്തായാലും നമുക്കൊരു ബോട്ട് തന്നെയല്ലേ അല്ലേ? അപ്പോൾ ഒരു ബോട്ടിൻ്റെ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടീം എല്ലാവരും സപ്പോർട്ടായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് പോയാൽ മതി മക്കളെ, കാണാതെ പോകരുത്. അടിപൊളിയാണ്. ആ ഒരു എന്താ നിങ്ങളോട് പറയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ വന്നവരൊക്കെ നമ്മളുടെ എഫേർട്ടിന് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാതെ പോകരുത്. ഒരു ഫോട്ടോ വരച്ചിട്ട് അതിൻ്റെ ചെറിയൊരു മോഡൽ ഉണ്ടാക്കി നീതു ചേച്ചി നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് തന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മളാകെ ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോന്ന് നമ്മളാണ് തുടങ്ങുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ ഇങ്ങനെ വന്നിട്ട് ഞാനും ജബ്ബാർക്കും നമ്മളെ ടീമും കൂടിയിട്ട് നമ്മളിത് അടിപൊളിയാക്കിയാണ് സെറ്റ് ചെയ്തു കേട്ടോ. എന്താ പറയാമെന്നറിയില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്കുകൾ കാണാതെ പോകരുത്, സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും നമുക്കിതിൻ്റെ റിയാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്കിൽ നിങ്ങൾക്കത് കണ്ടാലും മനസ്സിലാവും. അതൊക്കെ പോട്ടെ, ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ജസ്റ്റ് 4mm പ്ലൈവുഡും 1/2 ടിമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ആ രൂപം മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മേലെ നോക്കിയാൽ നിങ്ങൾ ആ റൂഫ് ഉണ്ടാക്കിയേക്കുന്നത് 4mm വളച്ചെടുത്തിട്ട്, അതേപോലെ തന്നെ താഴെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഭാഗം നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അതും ഇതേപോലെ തന്നെ അതിൻ്റെ താഴത്തെ ലുക്കൊക്കെ വളച്ചെടുത്തിട്ട് ആ ബോട്ടിൻ്റെ അതേ ഫീല് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിച്ചു. പിന്നെ അതേപോലെ തന്നെ പുറത്ത് ഒരു പുൽപ്പായുടെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെയോ കടന്നിരുന്ന വാൾപേപ്പർ ജബ്ബാർക്കൊക്കെ കിട്ടിയിരുന്നു. അതങ്ങോട്ട് തേച്ചപ്പോൾ അതിൻ്റെ കറക്റ്റ് റിയൽ ലുക്കാണ്ട് വന്നു മക്കളെ, കണ്ടു നോക്കിക്കോളി. Here, let the celebration begin. ഇനി നിങ്ങൾ പറയും, എങ്ങനെയുണ്ട് നമ്മളെ ഹൗസ് ബോട്ട്? ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഉണ്ടല്ലോ, എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞിട്ടും ഇതിങ്ങോട്ട് പൊളിക്കാനുള്ള മനസ്സ് തോന്നിയേ ചെയ്തിരുന്നില്ല. ഒരു പ്രോഗ്രാമിനും കൂടി വെച്ചിട്ട് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ പ്രോഗ്രാം ചൂടും കാരണങ്ങളൊക്കെ കാരണം പ്രോഗ്രാം നീട്ടി വെച്ചപ്പോൾ പ്ലൈവുഡാണ് വെയിലത്തിരുന്ന കേട് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പൊളിച്ച് മാറ്റി. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.